വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. നമ്മൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. KSRTC ബസ്സിൻ്റെ ബ്രേക്ക് പോയതാണെന്നൊരു സംശയമാണ് പ്രാഥമികമായിട്ട് മാധ്യമങ്ങളും മറ്റ് പക്ഷേ പ്രാഥമിക റിപ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ കുഴപ്പമാണോ ഡ്രൈവറെ മിസ്റ്റേക്കാണെന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് പരിശോധിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഒരു 5 ലക്ഷം രൂപ KSRTC നൽകും. എല്ലാ ചികിത്സാ ചെലവും അവരുടെ ഹോസ്പിറ്റലുള്ളവരുടെ എല്ലാ ചികിത്സാ ചെലവും വഹിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അദാലത്ത് നടക്കുന്നതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. ഉച്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം. ഈ പറയുന്ന സ്ഥലം നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. സുരക്ഷ അല്ല, അത് എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റ് വിവരമില്ല. വണ്ടി ബ്രേക്കിൻ്റെ തകരാറാണെന്നിങ്ങനെ വാർത്ത കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെയും റിപ്പോർട്ടിൽ തന്നിട്ടില്ല. റിപ്പോർട്ടിൽ രണ്ടും പരിശോധിക്കണം. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡും പരിശോധിക്കണം. എന്താണ് അവിടെ വണ്ടിക്കകത്ത് സംഭവിച്ചതെന്ന് വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാരോടും സംസാരിക്കേണ്ടത്. യാത്രക്കാർ പറയുന്നത് ബ്രേക്ക് പോയി ഡ്രൈവർ പറഞ്ഞു ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ബ്രേക്ക് പോയി എന്നുള്ളൊരു കാര്യം വന്നത്. പക്ഷേ ഏതായാലും അത് പരിശോധിക്കും, വേണ്ട നടപടി എടുക്കും. വണ്ടി ബ്രേക്ക് പോകേണ്ട കാര്യം അടുത്ത കാലത്ത് പണിതിറക്കിയ വണ്ടി എന്നാണ് അവർ പറയുന്നത്. ടൂറിസം പർപ്പസിന് വേണ്ടി മാത്രമേ ഈ വണ്ടി ഉപയോഗിക്കാറുള്ളൂ. കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. കൊട്ടാരക്കരയുള്ള വണ്ടിയാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ ടൂറുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് വിളിക്കും എന്നുള്ള വേറെ ഓട്ടമുള്ള വണ്ടിയല്ല. അപ്പം ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഓടുന്നുണ്ട് വണ്ടി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പരിശോധിക്കും, നടപടി എടുക്കുകയും ചെയ്യും. അല്ല, വണ്ടികൾ വേണ്ടേ, പുതിയ വണ്ടികൾ വേണ്ടേ? റൂട്ടിലോടാൻ തന്നെ പുതിയ വണ്ടികളില്ല. കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വണ്ടികളെ ഉല്ലാസയാത്ര പോകാൻ വേണ്ടിയിട്ട് പരമാവധി പണിതൊക്കെ റെഡിയാക്കിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു നിവൃത്തികേടെന്ന് പറയുന്നത് പുതിയ വണ്ടി വാങ്ങാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. പുതിയ വണ്ടി വാങ്ങട്ടെ. പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കൊടുക്കുക, ഏത് വണ്ടിയോട് ഏറ്റവും നല്ല വണ്ടി കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ നിവൃത്തിയില്ലല്ലോ, പുതിയ വണ്ടി വാങ്ങാൻ നിവൃത്തിയില്ലല്ലോ. അന്വേഷിക്കാൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് വന്നില്ല. പ്രാഥമിക റിപ്പോർട്ടിൽ 2 വശം പരിശോധിക്കണം എന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അതനുസരിച്ച് അന്വേഷണം നടക്കും, എന്താണ് തകരാറെന്നുള്ളത്.